എന്നാണ് അർത്ഥം. സത്യപ്പെടുത്തുക അഥവാ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വസിക്കാൻ പറഞ്ഞ കാര്യങ്ങളെയെല്ലാം സത്യപ്പെടുത്തി വിശ്വസിക്കുന്നതിനാണ് ഭാഷയിൽ ഈമാൻ എന്ന് പറയുന്നത്. അത്തസ്ദീഖുൽ ജാസിം, ദൃഢമായ സത്യപ്പെടുത്തൽ, സംശയമില്ലാത്ത സത്യപ്പെടുത്തലാണത്. ബികുല്ലിമാ അഖ്ബറ ബിഹി അല്ലാഹു വ റസൂലുഹു, അല്ലാഹുവും റസൂലും അറിയിച്ച മുഴുവൻ കാര്യങ്ങളും അത് സംശയരഹിതമായി വിശ്വസിക്കലാണ്, സത്യപ്പെടുത്തലാണ് ഈമാൻ. അതേസമയത്ത് മതത്തിൽ, ശറഇൽ, മതത്തിൻ്റെ സാങ്കേതിക ഭാഷയിൽ ഈമാൻ എന്ന് പറഞ്ഞാൽ, ശരിക്കും ശ്രദ്ധിക്കണം, ഈ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് പരമാവധി നിങ്ങൾ കേൾക്കാൻ ശ്രമിക്കുക. സൗണ്ട് പ്രശ്നമുണ്ട്, അത് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. ശറഇൽ ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ ബിൽ ഖൽബ്, ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലും, വ ഖൗലുൻ ബിൽ ലിസാൻ, നാവുകൊണ്ട് പറയലും, വ അമലുൻ ബിൽ ജവാരിഹ്, ശരീര അവയവങ്ങൾ കൊണ്ട് പ്രവർത്തിക്കലുമാണ്. യസീദു ബിത്വാഅ, അള്ളാഹുവിനെ അനുസരിക്കുന്നതിനനുസരിച്ച് ഇതിൽ വർധനവുണ്ടാകുന്നു. വ യൻഖുസു ബിൽ മഅസിയ, അനുസരണക്കേട് കാണിക്കുമ്പോൾ ഇതിൽ കുറവ് സംഭവിക്കുന്നു, അഥവാ ഈമാനിൽ. അപ്പോൾ ഈ നിർവചനം ശരിക്കും മനസ്സിൽ പതിയണം, എങ്കിലേ തഖ്വയുമായി ബന്ധപ്പെട്ട് ഇതിനെ നമുക്ക് ചേർത്ത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഈമാൻ എന്ന് പറഞ്ഞാൽ ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തുക, നാവുകൊണ്ട് പറയുക, ശരീരം കൊണ്ട് പ്രവർത്തിക്കുക. അനുസരണത്തിലൂടെ ഈമാനിൽ വർധനവുണ്ടാകുന്നു, അനുസരണക്കേട് കാണിക്കുമ്പോൾ ഈമാനിൽ കുറവ് സംഭവിക്കുകയും ചെയ്യുന്നു. ഇതാണ് ഈമാൻ. എന്നാൽ തഖ്വ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ വിഖായ എന്ന വാക്കിൽ നിന്ന് വന്നതാണത്. ത്വലബുൽ വിഖായ, രക്ഷ തേടുക, സുരക്ഷിതമായിരിക്കുക. ബിമഅന ഹിഫ്ളി ശൈഇ അമ്മാ യുഅദി, ഉപദ്രവകരമായ ഒന്നിൽ നിന്ന് ഒന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് തഖ്വ എന്ന് പറയുന്നത്. വഖായഖി വിഖായ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സംരക്ഷണം തേടുക എന്നുള്ളതാണ്. അഥവാ അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്ന്, നരകത്തിൽ നിന്ന് തൻ്റെ നഫ്സിനെ സംരക്ഷിക്കുന്ന ഏർപ്പാടിനാണ് തഖ്വ എന്ന് പറയുന്നത്. മഹാനായ ത്വൽഖ് ബിൻ ഹബീബ് റളിയല്ലാഹു അൻഹു അതിന് നൽകിയ നിർവചനം, ഞാൻ അതിൻ്റെ അർത്ഥം പറയാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട് പ്രവർത്തിക്കലും, അള്ളാഹു വിരോധിച്ച കാര്യങ്ങളിൽ നിന്ന് നരകത്തെ ഭയപ്പെട്ടുകൊണ്ട് വിട്ടു നിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം. അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ സ്വർഗം പ്രതീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ പ്രതിഫലം കാംക്ഷിച്ചുകൊണ്ട് അള്ളാഹു കൽപ്പിച്ച കാര്യങ്ങൾ ചെയ്യുന്നതിനും, നരകത്തെ അതല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ ശിക്ഷയെ ഭയപ്പെട്ടുകൊണ്ട് അള്ളാഹു നിഷിദ്ധമാക്കിയ കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുന്നതിനുമാണ് തഖ്വ എന്ന് പറയുന്നത്. അപ്പോൾ ഈമാനിൻ്റെ നിർവചനം നമ്മൾ പഠിച്ചു, തഖ്വയുടെ നിർവചനവും നമ്മൾ പഠിച്ചു. ഇത് രണ്ടും അഭേദ്യമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്, ഈമാനും തഖ്വയും. പരിശുദ്ധ ഖുർആനിൽ എണ്ണമറ്റ സ്ഥലങ്ങളിൽ ഇത് ചേർത്തു പറഞ്ഞത് കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് സൂറത്തുൽ ബഖറയിലെ 103 കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം വലൗ അന്നഹും ആമനൂ വത്തഖൗ, അവർ വിശ്വസിക്കുകയും തഖ്വ കാത്തു സൂക്ഷിക്കുകയും ചെയ്താൽ. അപ്പോൾ ഈമാനിനെയും തഖ്വയെയും വേറെ തന്നെ പറഞ്ഞു, അതേ സന്ദർഭത്തിൽ ചേർത്തു പറയുകയും ചെയ്തു. അപ്പോൾ ഈമാൻ വേറെയാണ്, തഖ്വ വേറെയാണ്, പക്ഷെ അവ തമ്മിൽ ബന്ധമുണ്ട്. ഞാൻ വിശദീകരിക്കാം. ലമസൂബത്തു മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമൂൻ. അതേപോലെ തന്നെ സൂറത്തുൽ മാഇദ 65-ാമത്തെ ആയത്തിൽ കാണാം, വലൗ അന്ന അഹ്ലൽ കിതാബി ആമനൂ വത്തഖൗ, വേദക്കാർ വിശ്വസിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്തിരുന്നെങ്കിൽ. അപ്പോൾ വിശ്വസിക്കുക, തഖ്വയോടുകൂടി ജീവിക്കുക. അവിടെയും ഈ രണ്ട് കാര്യങ്ങളെ, ഈമാനിനെയും തഖ്വയെയും ചേർത്തു പറഞ്ഞിരിക്കുന്നു.
ഇങ്ങനെ ചേർത്ത് പറയാനുള്ള കാരണം യഥാർത്ഥത്തിൽ ഈമാൻ എന്നത് അസ്ലും തഖ്വ എന്നത് അതിൻ്റെ ശാഖകളുമാകുന്നു. ഒരു വൃക്ഷം പോലെയാണത്. ഈമാൻ എന്നുള്ളത് അതിൻ്റെ വേരും അതിൻ്റെ പ്രധാനപ്പെട്ട തണ്ടുമാണെങ്കിൽ തഖ്വ എന്ന് പറയുന്നത് അതിൻ്റെ ശിഖിരങ്ങളും അതേപോലെ തന്നെ അതിലെ ഇലകളും അതിലെ സമറാത്തുകളുമാണ്, അതിലെ പഴവർഗ്ഗങ്ങളാണ്. ഒന്ന് ബേസ് ആണെങ്കിൽ മറ്റൊന്ന് അതിൻ്റെ റിസൾട്ടാണ്. ഈമാനിൻ്റെ റിസൾട്ടാണ് തഖ്വ. അതുകൊണ്ട് തന്നെ ഇത് രണ്ടും വിഭജിക്കപ്പെടാവതല്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ തഖ്വയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ പറയുന്നിടത്ത് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുന്നത് കാണാം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ്. ഈ ആയത്തുകളിലൊക്കെ ഈമാനുള്ളവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ ഈമാനുള്ളവരിൽ അനിവാര്യമായും കാണേണ്ടതാണെന്ത്? തഖ്വ. അപ്പോൾ ഈമാൻ അതിൻ്റെ ബേസ് ആണെങ്കിൽ തഖ്വ അതിൻ്റെ റിസൾട്ടാണ്. ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിൻ്റെ അടയാളം തഖ്വയാണ്. ഈ തഖ്വയിൽ കുറവ് വരുന്നതനുസരിച്ച് ഈമാനിൽ കുറവ് വരുന്നു, തഖ്വയിൽ വർധനവ് വരുന്നതനുസരിച്ച് ഈമാനിലും വർധനവുണ്ടാകുന്നു. എന്നാൽ പിശാച് മനുഷ്യനെ വഞ്ചിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് വഞ്ചിച്ചത്? ഈമാൻ വേറെ തന്നെയാണ്, തഖ്വ വേറെ തന്നെയാണ് എന്ന ഒരു ചിന്താഗതി അവരിൽ ഇട്ടുകൊടുത്തു. അതിൻ്റെ ഫലമായി സംഭവിക്കുന്നത് എന്താണ്? ചില ആളുകളെ നിങ്ങൾക്ക് കാണാം, അവർ ഈമാനിൻ്റെ വിഷയത്തിൽ അഥവാ ഈമാൻ കാര്യങ്ങളിൽ കണിശത ഉള്ളവരാണ്. അള്ളാഹു അല്ലാത്ത ഒരാളോടും അവർ വിളിച്ചു പ്രാർത്ഥിക്കുകയില്ല, ബിദ്അത്തുകളൊന്നും അവർ ചെയ്യുകയില്ല, ഷിർക്കിൻ്റെ പ്രവർത്തനങ്ങളൊന്നും അവരിൽ ഉണ്ടാവുകയില്ല. അതേ സന്ദർഭത്തിൽ അവർക്ക് കളവ് പറയാൻ മടിയില്ല, തെറ്റായ രീതിയിലുള്ള കച്ചവടം നിർവഹിക്കാൻ മടിയില്ല, ഗീബത്ത് പറയുന്നതിൽ പ്രശ്നമില്ല, നമീമത്ത് പറയുന്നതിൽ പ്രശ്നമില്ല. ഈ വക കാര്യങ്ങളിലൊന്നും അവർക്ക് അതൊരു വിഷയമല്ല. കാരണം അത് ഈമാനുമായി അതിന് ബന്ധമില്ല എന്നവർ ധരിച്ചു വെച്ചിരിക്കുകയാണ്. വേറെ ചില ആളുകളാകട്ടെ ജീവിതത്തിൽ അതീവ സൂക്ഷ്മത പുലർത്തുന്ന ആളുകളാണ്. ജീവിതത്തിൽ തീരെ കളവ് പറയാത്തവർ, സത്യസന്ധമായി കച്ചവടം നടത്തുന്നവർ, ഗീബത്തോ നമീമത്തോ പറയാത്തവർ. പക്ഷേ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുക എന്നുള്ളത്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുക എന്നുള്ളത്, സൃഷ്ടികൾക്ക് ദിവ്യത്വം കൽപ്പിക്കുക എന്നുള്ളത് തുടങ്ങിയ കാര്യങ്ങളിലൊന്നും അവർക്ക് യാതൊരു പ്രശ്നവുമില്ല. പിശാച് അവരെ വഞ്ചിച്ചിരിക്കുന്നു. നീ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ആളല്ലേ, നീ സത്യസന്ധനല്ലേ, നീ പള്ളിയിൽ പോയി 5 വക്ത് നമസ്കരിക്കുന്ന ആളല്ലേ, അതുകൊണ്ട് നിനക്കിതൊക്കെ ആവാം എന്ന് പിശാച് അവനെ പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. ഈ രണ്ടു കൂട്ടരെയും യഥാർത്ഥത്തിൽ പിശാച് വഞ്ചിച്ചിരിക്കുന്നു. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈമാൻ അതേപോലെ തന്നെ തഖ്വ എന്നുള്ളത് പരസ്പര പൂരകങ്ങളായി നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ഞാനതിൻ്റെ നിർവചനം പറഞ്ഞത്. ഈമാൻ എന്ന് പറഞ്ഞാൽ കേവലം ഹൃദയത്തിലുള്ള വിശ്വാസം മാത്രമല്ല, തസ്ദീഖുൻ ബിൽ ഖൽബ് വ ഖൗലുൻ ബിൽ ലിസാൻ വ അമലുൻ ബിൽ ജവാരിഹ്. ശരീരം കൊണ്ടുള്ള പ്രവർത്തനം ഈമാനാണ്, വാക്കുകൾ പറയൽ ഈമാനിൽപ്പെട്ടതാണ്. എത്രമാത്രം തഖ്വയോടുകൂടി ജീവിക്കുന്നുവോ ഈമാനിൽ വർധനവുണ്ടാകുന്നു, എത്രമാത്രം തഖ്വയിൽ നിന്ന് പിറകോട്ട് പോകുന്നുവോ ഈമാനിൽ തൗഹീദിൽ കുറവ് സംഭവിക്കുന്നു. ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ നാം വഞ്ചിക്കപ്പെടുകയില്ല. അതുകൊണ്ട് അറിയുക, ഈമാൻ അടിസ്ഥാനമാണ്, തഖ്വ അതിൻ്റെ റിസൾട്ടാണ് എന്ന് മാത്രമല്ല, ഈമാനിൻ്റെ കൂടെ തഖ്വ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിൽ ധാരാളം സ്ഥലങ്ങളിൽ ചേർത്ത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്ന് ഈമാനിനെ സംരക്ഷിക്കലാണ് യഥാർത്ഥത്തിൽ തഖ്വ. ശരിക്കും ശ്രദ്ധിക്കുക, തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വശം എന്ന് പറയുന്നത് ഈമാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. അതാണ് ഏറ്റവും വലിയ തഖ്വ. അതുകൊണ്ട് തന്നെ തൗഹീദിനെ സംബന്ധിച്ച് പറയുന്നിടത്ത് നമുക്ക് സൂറത്തു ഫത്ഹിൽ കാണാം, വഅൽസമഹും കലിമത്തത് തഖ്വ. കലിമത്തുത് തഖ്വയെ അവർ മുറുകെ പിടിച്ചു. ഏതാ ഈ കലിമത്തുത് തഖ്വ? ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. എല്ലാ തഫ്സീറും പരിശോധിച്ചോളൂ, കലിമത്തുത് തഖ്വ എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതാണ്. അപ്പോൾ തൗഹീദ് യഥാർത്ഥത്തിൽ തഖ്വയുടെ കലിമത്താണ്. സൂറത്തുൽ ബഖറയിൽ കാണാം, യാ അയ്യുഹന്നാസു ഉബ്ദു റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങളെയും നിങ്ങളുടെ പൂർവികരെയും സൃഷ്ടിച്ച ഏകനായ അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യണം. എന്തിനാണ്? ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരായി തീരാൻ വേണ്ടി. അപ്പോൾ തൗഹീദിലൂടെ സംഭവിക്കുന്നത് യഥാർത്ഥ തഖ്വയാണ്.
അതേപോലെ തന്നെ തഖ്വ യഥാർത്ഥത്തിൽ തൗഹീദിനെ സംരക്ഷിക്കുന്ന ഘടകമായി നിലകൊള്ളുന്നു. അതുകൊണ്ട് തന്നെ ഈമാനിനെ തഖ്വയുടെ കലിമത്തെന്ന് പറഞ്ഞതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈമാനും തഖ്വയും വേർതിരിക്കാവുന്നതല്ല എന്നാണ് പഠിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് സൂറത്ത് ശുഅറായിൽ നമുക്ക് കാണാം, ലോകത്ത് കടന്നു വന്ന സകല പ്രവാചകന്മാരും അവരുടെ സമൂഹത്തോട് പറഞ്ഞ് നമുക്ക് കാണാൻ സാധിക്കും, ഫത്തഖുല്ലാഹ വ അത്തിഊൻ. 8ലധികം തവണ സൂറത്തു ശുഅറായിൽ ഈ ആയത്ത് ഇതേ രൂപത്തിൽ ആവർത്തിക്കുന്നുണ്ട്. ഫത്തഖുല്ലാഹ, ഒരു പ്രവാചകൻ വന്നുകൊണ്ട് ജനങ്ങളോട് പറയുന്നത് ഇത്തഖുല്ലാഹ് വ അത്തിഊൻ, നിങ്ങൾ എന്നെ അനുസരിക്കണം, അള്ളാഹുവിന് തഖ്വയുള്ളവരാകണം. എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? തൗഹീദ് ഉള്ളവരാകണം, ഈമാൻ ശരിയാക്കണം. കാരണം അതാണ് യഥാർത്ഥ തഖ്വ. ഒരാൾ ഈമാനിനെ പരിഗണിക്കുന്നേ ഇല്ല എങ്കിൽ അയാൾ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നു, നമസ്കരിക്കുന്നു, നോമ്പ് നോൽക്കുന്നു, സക്കാത്ത് കൊടുക്കുന്നു, സത്യം മാത്രമേ പറയുന്നുള്ളൂ, എല്ലാം ശരിയാണ്. പക്ഷേ തൻ്റെ ഈമാനിൻ്റെ വശങ്ങളെ സംബന്ധിച്ച് അയാൾ പഠിക്കുന്നേ ഇല്ല, അയാൾ ശ്രദ്ധിക്കുന്നേ ഇല്ല എങ്കിൽ അയാൾ യഥാർത്ഥ തഖ്വയുടെ വക്താവാണ് എന്ന് പറയുക സാധ്യമല്ല. കാരണം പരലോകത്ത് തന്നെ ഏറ്റവും വലിയ നഷ്ടത്തിലേക്ക് നയിക്കുന്ന ഷിർക്കിൻ്റെ വിഷയത്തിൽ ആ വ്യക്തിക്ക് ഗൗരവമില്ലെങ്കിൽ ആ വ്യക്തി യഥാർത്ഥ തഖ്വയുള്ള ആളല്ല. അതുകൊണ്ടാണ് പ്രവാചകന്മാർ പറഞ്ഞത് നിങ്ങൾ യഥാർത്ഥ തഖ്വയുള്ളവരാകണം, അഥവാ ഷിർക്ക് ഒരിക്കലും നിങ്ങളിൽ സംഭവിക്കരുത്, നിങ്ങൾ തൗഹീദ് ശരിയാക്കണം, അള്ളാഹുവിലുള്ള വിശ്വാസം ശരിയാക്കണം. ഇബ്നു ജരീർ അത്ബരി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തുകളുടെ തഫ്സീറുകളിലൊക്കെ അദ്ദേഹം പറഞ്ഞത് ഫത്തഖൂ ഇഖാബല്ലാഹി അയ്യുഹൽ ഖൗമു അലാ കുഫ്രികും ബിഹി, ഓ ജനങ്ങളെ നിങ്ങൾ അള്ളാഹുവിൻ്റെ ശിക്ഷയെ സൂക്ഷിക്കണം. ഏത് വിഷയത്തിൽ? നിങ്ങളിൽ നിന്ന് സംഭവിക്കുന്ന കുഫറിൻ്റെ വിഷയത്തിൽ, ഷിർക്കിൻ്റെ വിഷയത്തിൽ. അതുകൊണ്ട് കുഫറോ ഷിർക്കോ ഒന്നും സംഭവിക്കാതെ ഈമാനിനെ സംരക്ഷിക്കൂ ജനങ്ങളെ, ആ നിലക്ക് തഖ്വയുള്ളവരാകൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി തരുന്നത്. മാത്രമല്ല തഖ്വ കൊണ്ട് സാധിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മൻഹജിൽ നിന്ന് വ്യതിചലിക്കാതെ യഥാർത്ഥ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ നമ്മെ ഉറപ്പിച്ചു നിർത്തുകയും നിഫാഖ് അതേപോലെ തന്നെയുള്ള എന്തെല്ലാം വ്യതിയാനങ്ങളുണ്ടോ ആ വ്യതിയാനങ്ങളിൽ നിന്നുകൂടി നമ്മെ സംരക്ഷിക്കുന്ന ഘടകമാണ് യഥാർത്ഥത്തിൽ തഖ്വ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയിലെ 109, 110 ആയത്തുകൾ ശ്രദ്ധിക്കൂ. അഫമൻ അസ്സസ ബുനിയാനഹു അലാ തഖ്വ മിനല്ലാഹി വറിദ്വാനിൻ ഖൈർ അമ്മൻ അസ്സസ ബുനിയാനഹു അലാ ശഫാ ജുറുഫിൻ ഹാരിൻ ഫൻഹാറ ബിഹി ഫീ നാരി ജഹന്നം വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ളാലിമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്, ഒരാൾ തൻ്റെ കെട്ടിടത്തെ സ്ഥാപിച്ചിരിക്കുന്നു അലാ തഖ്വ മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള തഖ്വയുടെ ബേസിൽ, അതിനെ അടിസ്ഥാനമാക്കിക്കൊണ്ടാണ് തൻ്റെ കെട്ടിടത്തെ അയാൾ നിർമ്മിച്ചത്. ആ വ്യക്തിയും ഏത് സമയത്തും പൊളിഞ്ഞു വീഴാറായ ഒരു മണൽത്തിട്ടയുടെ മേലെ വീട് വെച്ചവനും ഒരുപോലെയാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ തഖ്വയിൽ അധിഷ്ഠിതമായി തൻ്റെ കെട്ടിടത്തെ സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ ഈമാനിനെ, തൻ്റെ മൻഹജിനെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ മൻഹജിൽ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിഫാഖില്ലാതെ, അതേപോലെയുള്ള യാതൊരു നിലക്കുമുള്ള വ്യതിയാനങ്ങളുമില്ലാതെ. എന്നാൽ തഖ്വയിലല്ല ഒരാൾ തൻ്റെ കെട്ടിടത്തെ സ്ഥാപിക്കുന്നതെങ്കിലോ ലാ യസാലു ബുനിയാനുഹുമുല്ലദീ ബനൗ റീബതൻ ഫീ ഖുലൂബിഹിം ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും വല്ലാഹു അലീമുൻ ഹകീം. എന്നാൽ തഖ്വയിലല്ല ഒരാൾ തൻ്റെ സ്ഥാപനത്തെ, തൻ്റെ മസ്ജിദിനെ, തൻ്റെ ആദർശത്തെ കെട്ടിപ്പടുക്കുന്നതെങ്കിൽ എപ്പോഴും അയാളുടെ മനസ്സിൽ ശക്ക് മാത്രമാണ് ഉണ്ടാവുക. അതേതുവരെ എത്തും? ഇല്ലാ അൻ തഖത്തഅ ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കഷ്ണം കഷ്ണമായി മുറിയുന്നത് വരെ അവരുടെ മനസ്സ് നിറയെ ശുബ്ഹാത്തുകളായിരിക്കും, ഷഹവാത്തുകളായിരിക്കും. ആ നിലക്ക് സംശയങ്ങളും, ഈമാനിലുള്ള സംശയങ്ങൾ, അതേപോലെ മൻഹജിലുള്ള സംശയങ്ങൾ, ഇതെല്ലാം അവരിൽ ഉണ്ടാവുകയും അവസാനം അവർ തകർന്ന് തരിപ്പണമായി പോവുകയും അവസാനം അവർ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന അവസ്ഥയുണ്ടാകുമെന്നാണ് സൂറത്തു തൗബയിലെ 109, 110 വചനങ്ങൾ മനസ്സിലാക്കി തരുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈമാനിനെ, സത്യവിശ്വാസത്തെ സംരക്ഷിച്ചു നിർത്തുകയും അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്യുന്ന അതുല്യമായ കാര്യമാണ് തഖ്വ. തഖ്വ ഈമാനിനെ സംരക്ഷിക്കുന്നു, അതിൽ വർധനവുണ്ടാക്കുന്നു, അതിൽ കുറവ് വരുന്നതിൽ നിന്നും സംരക്ഷിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നമ്മൾ നേരത്തെ ഈമാനിൻ്റെ നിർവചനം പറഞ്ഞു. ഈമാൻ എന്ന് പറഞ്ഞാൽ അത് ഹൃദയം കൊണ്ട് സത്യപ്പെടുത്തലാണ്, വാക്കുകളിലുണ്ട്, അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങളിലുണ്ട്. ഇവിടെ എവിടെയും പ്രശ്നങ്ങൾ വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഉദാഹരണത്തിന് ഒരാളുടെ മനസ്സിൽ അയാൾ ചിന്തിക്കുകയാണ്, ഈ പ്രപഞ്ചത്തെയൊക്കെ സൃഷ്ടിച്ചതാരാണ്? അള്ളാഹുവാണ്. എങ്കിൽ അള്ളാഹുവിനെ ആരാണ് സൃഷ്ടിച്ചത്?
അത് തെറ്റായൊരു ചിന്തയാണ്. ഇപ്രകാരം ഈമാനിൽ ഒരു ശക്ക് വന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നബിയോട് ഇങ്ങനെ ഒരു വ്യക്തി വന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം ആളുകളോട് പറഞ്ഞത്, നിങ്ങൾ എന്ത് ചെയ്യണം, അതല്ലെങ്കിൽ ഇതേപോലെയുള്ള ശക്കുകൾ ഉണ്ടാകുമ്പോൾ നിങ്ങൾ ആദ്യം ആ സംശയം, ഹൃദയത്തിൽ വന്ന സംശയത്തെ നിങ്ങൾ എത്രയും പെട്ടെന്ന് അകറ്റിക്കളയണം. ഒന്ന്. രണ്ടാമത്തത് അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ചില റിവായത്തിലുള്ളത് 3 തവണ പറയണം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ഇടതുഭാഗത്തേക്ക് തുപ്പണം, 3 തവണ ഇടതുഭാഗത്തേക്ക് തുപ്പണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് പറയണം. ആമൻതു ബില്ലാഹി വബി റസൂലിഹി, അള്ളാഹുവിലും റസൂലിലും ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയണം. ആ ചിന്തയെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒഴിവാക്കുകയും വേണം. അതാണ് തഖ്വ. അതല്ലാതെ മനസ്സിൽ തോന്നുന്നതൊക്കെ വിളിച്ചു പറയലല്ല, മനസ്സിൽ തോന്നുന്നതൊക്കെ എഴുതലല്ല. അങ്ങനെ എഴുതുന്നത് ഏറ്റവും വലിയ വ്യതിയാനത്തിലേക്ക് പോകും. ഈമാൻ കാര്യങ്ങളിൽ നിങ്ങൾക്ക് സംശയമുണ്ടായാൽ, അഥവാ സത്യനിഷേധത്തിലേക്ക് കൊണ്ടുപോകുന്ന, അല്ലെങ്കിൽ സത്യനിഷേധികൾ വിശ്വസിക്കുന്നത് പോലെയുള്ള സംശയമുണ്ടായാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ആരോടും പറയരുത്. അത് മനസ്സിൽ വന്നത് അങ്ങനെ ആയിക്കോട്ടെ, അതിൽ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടുക, പിശാചിൽ നിന്ന് രക്ഷ തേടുക, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുക. നോക്കൂ, നിങ്ങൾ മനസ്സിൽ വരുന്ന ഒരു ശക്കിനെ പോലും നിങ്ങൾ സൂക്ഷിക്കണം, സംരക്ഷിക്കണം ഈമാനിനെ. കാരണം ഈമാൻ എന്ന് പറഞ്ഞാൽ തസ്ദീഖുൻ ബിൽ ഖൽബാണ്. അതേപോലെ തന്നെ നാവിലും അങ്ങനെ തന്നെ. ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, മാഷാ അല്ലാഹു വശിഇത, അല്ലാഹുവും താങ്കളും ഉദ്ദേശിച്ചാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചോദ്യം, അജഅൽതനി ലില്ലാഹി നിദ്ദ, നീ എന്നെ അള്ളാഹുവിനെ സമനാക്കിയോ? ബൽ മാഷാ അല്ലാഹു വഹദ, ഏകനായ അള്ളാഹു ഉദ്ദേശിച്ചാൽ എന്ന് മാത്രം പറയണം, എന്നെ അതിലേക്ക് കൂട്ടാൻ പാടില്ല. എന്ന് പറഞ്ഞാൽ വാക്കുകളിൽ സംഭവിക്കുന്ന, അത് വിശാലമായൊരു വിഷയമാണ്, വാക്കുകളിൽ സംഭവിക്കുന്ന എല്ലാ ചെറിയ ശിർക്കുകളെയും സൂക്ഷിക്കണമെന്നും അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എന്നും പഠിപ്പിച്ചു. ഉദാഹരണത്തിന്, നായയില്ലായിരുന്നെങ്കിൽ കള്ളൻ വീട്ടിൽ കയറുമായിരുന്നു എന്ന് പറയുന്നതിൽ പോലും ചെറിയ ശിർക്കുണ്ട്. പിന്നെയോ, അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കള്ളൻ വീട്ടിൽ കയറിയില്ല, അല്ലാതെ നായുള്ളത് കൊണ്ടല്ല. ഞാനില്ലായിരുന്നെങ്കിൽ അയാൾ മുസ്ലിം ആകുമായിരുന്നില്ല, ഈ പ്രസ്ഥാനമില്ലായിരുന്നെങ്കിൽ ഈ നാടൊക്കെ കുട്ടിച്ചോറായി പോകുമായിരുന്നു എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കാണാം. അവർ യഥാർത്ഥത്തിൽ ആ സബബിനെയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ പോലും അത്തരം വാക്കുകൾ ചെറിയ ശിർക്കിൻ്റെ പരിധിയിലാണ് വരുന്നത്. അത്തരത്തിലുള്ള വാക്കുകളൊന്നും ഉപയോഗിക്കരുത് എന്ന് പറഞ്ഞു. ചില സംഘങ്ങൾ വന്നുകൊണ്ട് നബിയോട് പറഞ്ഞു, അൻത സയ്യിദുന വബ്നു സയ്യിദിന, നിങ്ങൾ ഞങ്ങളുടെ സയ്യിദാണെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സയ്യിദുല്ലാഹ്, സയ്യിദ് അല്ലാഹുവാണ്. അന അബ്ദുല്ലാഹി വറസൂലു, ഞാൻ അല്ലാഹുവിൻ്റെ അടിമയും റസൂലുമാണ്. പിശാച് നിങ്ങളെ തെറ്റിച്ച് കളയാതിരിക്കട്ടെ, അതുകൊണ്ട് വാക്കുകൾ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു. ഇപ്രകാരം തൻ്റെ വാക്കുകളിൽ ഈമാനിന് വിരുദ്ധമായ ഒന്നും വരാതെ കാത്തു സംരക്ഷിക്കലാണ് തഖ്വ. അതേപോലെ തന്നെ ജവാരിഹുകളിൽ, ശരീരാവയവങ്ങൾ കൊണ്ടും പ്രവർത്തിക്കാൻ പാടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, മൻ തശബ്ബഹ ബിഖൗമിൻ ഫഹുവ മിൻഹും, മറ്റൊരു ജനതയോട് ബാഹ്യമായി സാദൃശ്യം വെച്ച് പുലർത്തിയാൽ പോലും അവൻ അവരിൽപ്പെട്ടവനാണ്. അതുകൊണ്ട് ബാഹ്യമായ സാദൃശ്യം പോലും വെച്ച് പുലർത്താൻ പാടില്ല. അതുകൊണ്ടാണ് ബുവാന എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ഒട്ടകത്തെ അറക്കാൻ ഞാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, അവിടെ ഏതെങ്കിലും വിഗ്രഹങ്ങൾ ജാഹിലിയ്യ കാലഘട്ടത്തിൽ ആരാധിക്കപ്പെട്ടിരുന്നോ? ഇല്ല. ഏതെങ്കിലും ഉത്സവങ്ങൾ അവിടെ വെച്ച് നടന്നിരുന്നോ? ബഹുദൈവാരാധനയിൽ അധിഷ്ഠിതമായ വല്ല ഉത്സവങ്ങളും നടന്നിരുന്നോ? ഇല്ല. എങ്കിൽ ഔഫി ബിനദിരിക്, ഇത് രണ്ടുമില്ലെങ്കിൽ ആ നേർച്ച വീട്ടിക്കോ. എന്നാൽ ഇത് രണ്ടും ജാഹിലിയ്യ കാലഘട്ടത്തിൽ ഉണ്ടോന്നാണ് ചോദിച്ചത്, ഇപ്പോൾ നടക്കുന്നുണ്ടോന്നല്ല. മുമ്പുണ്ടായിരുന്നോ? എങ്കിൽ ആ സ്ഥലം തിരഞ്ഞെടുക്കുമ്പോൾ അത് നിന്നെ ചെറിയ ഏതെങ്കിലും നിലക്കുള്ള വ്യതിയാനത്തിലേക്ക് നയിച്ചേക്കാം. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്ത് ആ കാര്യം ശ്രദ്ധിക്കണം. ബഹുദൈവാരാധന നേരത്തെ നടന്ന ഒരു സ്ഥലം പ്രത്യേകം തിരഞ്ഞെടുക്കുക, ആഘോഷങ്ങൾ നടന്ന ഒരു സ്ഥലം പ്രത്യേകം തിരഞ്ഞെടുക്കുക, ശ്രദ്ധിക്കണം. അപ്പോൾ ആഘോഷം നേരത്തെ നടന്ന ഒരു സ്ഥലത്ത് അള്ളാഹുവിനുള്ള നേർച്ച പോലും പാടില്ലെങ്കിൽ ആഘോഷം ലൈവായി നടന്നുകൊണ്ടിരിക്കെ അത് കാണാൻ വേണ്ടി പോകലും അതിന് സാക്ഷികളാവലും എത്രമാത്രം ഗുരുതരമായ കാര്യമാണ് എന്ന് ചിന്തിക്കുക. അപ്പോൾ തഖ്വ എന്ന് പറഞ്ഞാൽ തൻ്റെ വാക്കിലും തൻ്റെ പ്രവർത്തനങ്ങളിലും തൻ്റെ ഹൃദയത്തിലും ഈമാനിന് വിരുദ്ധമായ ഒന്നും വരാതിരിക്കുവാനുള്ള അതീവ സൂക്ഷ്മതയുടെ പേരാണ് തഖ്വ എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആനിൽ ഈമാനിൻ്റെ കൂടെ തഖ്വയെ ധാരാളം സ്ഥലങ്ങളിൽ ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ ഷിർക്കിൻ്റെ ഏറ്റവും വലിയ സാഹിബ് എന്ന് പറയുന്നത് ബിദ്അത്താണ്. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ ഷിർക്കിലേക്കുള്ള വസീലകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു വസീലയാണെന്ത്?
ബിദ്അത്തുകൾ ജീവിതത്തിൽ കടന്നു വരാതിരിക്കാനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചര്യയേക്കാൾ കുറച്ചുകൂടി മുന്തിയ ഒരാശയം എൻ്റെ അടുക്കലുണ്ട് എന്ന ചിന്ത പോലും ഒഴിവാക്കണം. ആ ഒഴിവാക്കൽ തഖ്വയുടെ ഭാഗമാണ്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ആയിഷ റളിയല്ലാഹു തആല അൻഹയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇദാ അമറഹും മിനൽ അഅമാലി ബിമാ യുതീഖൂൻ ഖാലു ഇന്നാ ലസ്നാക ഹൈഅതിക യാ റസൂലല്ലാഹ് ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ ഫയഗ്ളബു ഹത്താ യുഅറഫൽ ഗളബു ഫീ വജ്ഹിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളോട് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പറയും, അവർക്ക് പറ്റുന്ന ഒരു കാര്യമാണ് പറയുക. അപ്പോൾ അവർ വിചാരിക്കുന്നത് വളരെ കുറവാണല്ലോ, നബിയെ ഞങ്ങൾ താങ്കളെ പോലെയല്ല, താങ്കൾക്ക് കുറച്ച് അമലുകളൊക്കെ മതിയാകും, കാരണം താങ്കളുടെ കഴിഞ്ഞു പോയതും വരാനിരിക്കുന്നതുമായ പാപങ്ങളൊക്കെ അള്ളാഹു പുറത്തു തന്നിട്ടുണ്ട്. ഞങ്ങൾ പക്ഷേ അതുപോലെയല്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾക്ക് കുറച്ചുകൂടി കൂടുതലാകാം. അതുകൊണ്ടാണ് ചില ആളുകൾ പറഞ്ഞത് രാത്രി ഉറങ്ങാതെ നമസ്കരിക്കും, വേറൊരാൾ പറഞ്ഞു എല്ലാ ദിവസവും നോമ്പ് നിൽക്കും, മറ്റൊരാൾ പറഞ്ഞത് ഞാൻ കല്യാണമേ കഴിക്കില്ല, അത് ഇബാദത്തിന് തടസ്സമാകും. അവരോടൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കോപിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞ വാചകം ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അവരോടൊക്കെ അള്ളാഹുവിൻ്റെ റസൂൽ എല്ലാ സന്ദർഭത്തിലും, ഇത് ധാരാളം ഹദീസിൽ കാണാം ഈ പ്രയോഗം, അന അത്ഖാകും വ അഅലമുകും ബില്ലാഹ്. വേറെ ചില റിവായത്തിൽ കാണാം, അന അഅലമുകും ബില്ലാഹ് വ അത്ഖാകും ലില്ലാഹ്. അള്ളാഹുവിനെ കുറിച്ച് എനിക്കാണ് കൂടുതൽ അറിയുന്നത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ തഖ്വയുള്ളത് എനിക്കാണ്. അതുകൊണ്ട് എൻ്റെ സുന്നത്തിനോട് നിങ്ങൾ വിമുഖത കാണിക്കരുത്. ഞാൻ എന്താണോ പഠിപ്പിച്ചത് അവിടെ നിൽക്കുക, അതിനപ്പുറത്തേക്ക് പോകാതിരിക്കുക. മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദ്. ഞാൻ പറയാത്തൊരു കാര്യം ആര് ചെയ്താലും അത് മർദൂദാണ്. ആളുകൾ വിചാരിക്കും അത് തഖ്വയുടെ ഭാഗമാണ്, പുണ്യത്തിൻ്റെ ഭാഗമാണ്. ഒരുപാട് ബിദ്അത്തുകൾ ചെയ്താലേ എനിക്ക് കൂടുതൽ കൂലി കിട്ടൂ എന്ന് ആളുകൾ വിചാരിക്കുന്നു. നബി ചെയ്തിട്ടില്ലാത്ത ദിക്റുകൾ, നബി ചൊല്ലാത്ത സ്വലാത്തുകൾ, നബി നമസ്കരിക്കാത്ത നമസ്കാരങ്ങൾ, ഇതൊക്കെ ഞാൻ ചെയ്താലേ എനിക്ക് രക്ഷപ്പെടാൻ കഴിയൂ, എനിക്ക് കൂലി കിട്ടൂ എന്ന് ആളുകൾ വിചാരിക്കുന്നു. യഥാർത്ഥത്തിൽ അത് മർദൂദാണ്, തള്ളപ്പെടുന്നതാണ്. അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് ജീവിതത്തിലേക്ക് ഒരു നിലക്കും ബിദ്അത്തുകൾ കടന്നു വരാതെ സൂക്ഷിക്കുക, അതാകുന്നു തഖ്വയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. അതേപോലെ തന്നെ മൂന്നാമത്തത്, നമ്മുടെ ജീവിതത്തിൽ അനുസരണക്കേടുകളൊന്നും ഉണ്ടാവാതിരിക്കുക, അള്ളാഹുവിനെയും റസൂലിനെയും പരിപൂർണമായും അനുസരിക്കുക. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഹുജറാത്തിലെ 7-8 വചനങ്ങൾ നോക്കൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വഹാബത്തിനോട് പറയുന്നത്, അല്ലെങ്കിൽ യഥാർത്ഥ വിശ്വാസികളോട് പറയുന്നത്, വലാകിന്നല്ലാഹ ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, അള്ളാഹു നിങ്ങൾക്ക് ഈമാനിനോട് മഹബ്ബത്ത് ഉണ്ടാക്കിയിരിക്കുന്നു. വസയ്യനഹു ഫീ ഖുലൂബിക്കും, നിങ്ങളുടെ ഹൃദയങ്ങളിൽ അതിനെ സീനത്താക്കിയിരിക്കുന്നു, അലങ്കാരമാക്കിയിരിക്കുന്നു. വകറഹ ഇലൈക്കുമുൽ കുഫ്റ വൽ ഫുസൂഖ വൽ ഇസ്യാൻ, സത്യനിഷേധം, അധർമ്മം, അനുസരണക്കേട്, മൂന്നിനോടും അള്ളാഹു നിങ്ങൾക്ക് വെറുപ്പുണ്ടാക്കിയിരിക്കുന്നു. നോക്കൂ, ആദ്യം പറഞ്ഞത് എന്താണ്? ഹബ്ബബ ഇലൈക്കുമുൽ ഈമാൻ, ഈമാനിനോടാണ് നിങ്ങൾക്ക് മഹബ്ബത്ത്, ഇഷ്ടം. തീർന്നില്ല, വസയ്യനഹു ഫീ ഖുലൂബിക്കും, അത് ഹൃദയത്തിൻ്റെ അലങ്കാരമായി അങ്ങനെ നിലകൊള്ളുകയാണ്. അപ്പോൾ ഈമാനിനോട് മഹബ്ബത്തും ഇഷ്ടവും ഈമാനിനെ ഹൃദയത്തിൻ്റെ അലങ്കാരവുമായി ഒരാൾ കാത്തു സൂക്ഷിച്ചാൽ അയാൾക്ക് ഒരു കാര്യത്തോട് മാത്രമല്ല വെറുപ്പ്. ചില ആളുകൾ അങ്ങനെയാണ് ധരിച്ചിട്ടുള്ളത്, ഞാൻ മുവഹിദാണോ അത് മതി, മുവഹിദാണെങ്കിൽ ഒരാൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗത്ത് പോകുമെന്ന് പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ചൊക്കെ കളവ് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, ഞാൻ രണ്ടാളുകളെ തമ്മിൽ തെറ്റിച്ചാലും വലിയ പ്രശ്നമൊന്നുമില്ല, ഞാൻ ഗീബത്ത് പറഞ്ഞാലും നമീമത്ത് പറഞ്ഞാലും പ്രശ്നമൊന്നുമില്ല, അളവിലും തൂക്കത്തിലും ഒക്കെ അല്പം കൃത്രിമത്വം കാണിച്ചാലും പ്രശ്നമൊന്നുമില്ല, കള്ളക്കച്ചവടം ചെയ്താലും പ്രശ്നമൊന്നുമില്ല, ഞാൻ മുവഹിദാണ്, അങ്ങനെയുള്ള ഒരു പ്രസ്ഥാനത്തിൻ്റെ മെമ്പറാണ് എന്നൊക്കെ വിചാരിച്ചാൽ രക്ഷപ്പെടാമെന്ന് പലരെയും പിശാചു പറഞ്ഞു പറ്റിച്ചിരിക്കുന്നു. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, നിങ്ങൾക്ക് തൗഹീദിനോട് സ്നേഹമുണ്ടോ, തൗഹീദ് നിങ്ങളുടെ ഹൃദയത്തിൻ്റെ അലങ്കാരമാണോ, എങ്കിൽ നിങ്ങൾക്ക് 3 കാര്യങ്ങളോട് ഉറപ്പ് വേണം. അതിലൊന്ന് അൽ കുഫ്ര, സത്യനിഷേധത്തോട്, ബഹുദൈവാരാധനയോട്, ഷിർക്കിനോട് വെറുപ്പ് വേണം. അവിടെ അവസാനിക്കാൻ പറ്റുമോ? ഇല്ല. വൽ ഫുസൂഖ, സകല തോന്നിവാസങ്ങളോടും വൃത്തികേടുകളോടും നിങ്ങൾക്ക് വെറുപ്പുണ്ടാകണം. അവിടെയും നിർത്താൻ പറ്റുമോ? ഇല്ല. വൽ ഇസ്യാൻ, അനുസരണക്കേടിനോടും വെറുപ്പുണ്ടാകണം. അള്ളാഹുവിനോട് അനുസരണക്കേട് കാണിക്കുമ്പോൾ, അതാണ് നേരത്തെ നമ്മൾ ആ നിർവചനം പഠിച്ചത്, അത് ശ്രദ്ധിക്കണമെന്ന് ഞാൻ പറയാനുള്ള കാരണം അതാണ്. യസീദു ബിത്വാഅ വയൻഖുസു ബിൽ മഅസിയ, മഅസിയത്തിലൂടെ കുറവ് സംഭവിക്കുന്നത് തൗഹീദിലാണ്.
അനുസരണക്കേടിലൂടെ കുറവ് സംഭവിക്കുന്നത് ഈമാനിലാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഈമാനിനെ സ്നേഹിക്കുന്ന ആളുകൾക്ക് അള്ളാഹുവിനോടും റസൂലിനോടും അനുസരണക്കേട് കാണിക്കുന്നതിനോട് വെറുപ്പ് തോന്നണം. അതെത്ര നിസ്സാരമായ കാര്യമാണെങ്കിലും ശരി, അവിടെ ഖുർആനിനെ സുന്നത്തിനെ അവർ മുറുകെ പിടിക്കണം. അവരെക്കുറിച്ചാണ് അള്ളാഹു പറഞ്ഞത്, ഉലൈക ഹുമുർ റാഷിദൂൻ, അവരാണ് തൻ്റേടികളായ ആളുകൾ, അവരാണ് ശരിയായ മാർഗദർശനം സിദ്ധിച്ചവർ. ഫദ്ലം മിനല്ലാഹി വ നിഅമതൻ, ഇത് അള്ളാഹുവിൽ നിന്നുള്ള ഫളലാണ്, അള്ളാഹുവിൽ നിന്നുള്ള അനുഗ്രഹവുമാണ് ഈ ഒരു നിലവാരത്തിലേക്ക് എത്തുക എന്നുള്ളത്. എന്ന് പറഞ്ഞാൽ ഈമാനിനെയും തഖ്വയെയും ശരിയായ അനുപാതത്തിൽ ജീവിതത്തിൽ കൊണ്ടുപോകുന്ന ആളുകളാണ് യഥാർത്ഥത്തിൽ ശരിയായ തഖ്വയുടെ ആളുകൾ എന്ന് മനസ്സിലാക്കുക. എന്ന് മാത്രമല്ല, മഅസിയത്തിനൊരു പ്രശ്നമുണ്ട്. എന്താണ് മഅസിയത്തിൻ്റെ പ്രശ്നം? അത് ക്രമേണ നിങ്ങളെ ആദർശപരമായ വ്യതിയാനത്തിലേക്കും കൊണ്ടുപോകും. പലരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു കാര്യമാണത്. നിങ്ങൾ നോക്കൂ, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹുജറാത്തിലെ 2-ാമത്തെ ആയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, ഈമാനുള്ളവരെ, ലാ തർഫഉ അസ്വാതകും ഫൗഖ സൗത്തിൻ നബി, നിങ്ങൾ നബിയുടെ ശബ്ദത്തേക്കാൾ നിങ്ങളുടെ ശബ്ദത്തെ ഉയർത്താൻ പാടില്ല. വലാ തജ്ഹറു ലഹു ബിൽ ഖൗലി കജഹരി ബഅദികും ലിബഅദിൻ, നിങ്ങൾ നബിയോട് ശബ്ദമിട്ട് സംസാരിക്കരുത്, പരസ്പരം നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് പോലെ. അൻ തഹ്ബത അഅമാലുകും വ അൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലായി പോകാതിരിക്കാൻ നിങ്ങൾ നബിയുടെ അടുക്കൽ വെച്ച് ശബ്ദമുയർത്തി സംസാരിക്കാൻ പാടില്ല. ഈ ആയത്തിൻ്റെ തഫ്സീറിൽ ഉലമാക്കൾ രേഖപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. ഈ ആയത്ത് അല്ലാഹു അവസാനിപ്പിക്കുന്നത്, നിങ്ങളറിയാതെ നിങ്ങളുടെ അമലുകൾ ബാത്തിലാവുക. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? അഥവാ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ശബ്ദം ഉയർത്തുന്ന വിഷയത്തിൽ നിങ്ങൾ ഒരു ബഹുമാനക്കേട് കാണിച്ചാൽ, നബിയുള്ള സദസ്സിൽ നബിയേക്കാൾ കൂടുതൽ ഉച്ചത്തിൽ സംസാരിക്കുക, അങ്ങനെ ഒരിക്കൽ നിങ്ങൾ ചെയ്താൽ അടുത്ത തവണ നിങ്ങൾ അതൊന്നുകൂടി ശബ്ദമുയർത്തും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലാണെങ്കിൽ, പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ തൽക്കാലം സൗകര്യമില്ല എന്ന് പറയുന്നിടത്തിലേക്ക് നിങ്ങൾ എത്തും. അത് നിങ്ങളെ കുഫറിലേക്ക് കൊണ്ടുപോകും, അത് നിങ്ങളുടെ അമലുകളെ ബാത്തിലാക്കി കളയും. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ, നബിയുടെ വഫാത്തിന് ശേഷമോ അതെങ്ങനെയാണ്? അവിടെ ഉലമാക്കൾ പറഞ്ഞു, ആദ്യം നിങ്ങൾ ഒരു ഹദീസിനെ നിഷേധിക്കും, അത് ശരിയല്ല എന്ന് പറയും. പിന്നെ നിങ്ങൾ അഖീദയിൽ നിന്നും പിഴച്ചു വന്ന് കാണാം. നിങ്ങൾ നോക്കൂ, ആരെല്ലാം ഹദീസുകളെ നിഷേധിച്ചിട്ടുണ്ടോ അവരെല്ലാം മൻഹജിൽ നിന്നും പുറത്തു പോയിട്ടുണ്ട്. അവസാനം തൗഹീദ് എന്താണെന്ന് അറിയാതെ നട്ടം തിരിഞ്ഞിട്ടുമുണ്ട്. അൻ തഹ്ബത അഅമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയില്ല. ക്രമേണ നിങ്ങളുടെ അനുസരണക്കേട് നിങ്ങളെ വമ്പിച്ച വ്യതിയാനത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ്. ബനു ഇസ്രായേലിൽപ്പെട്ട ഒരു പണ്ഡിതൻ്റെ ചരിത്രം അല്ലാമ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി അടക്കം ധാരാളം ആളുകൾ ഉദ്ധരിച്ചത് കാണാൻ സാധിക്കും. അയാളൊരു വലിയ പണ്ഡിതനായിരുന്നു. പിന്നെ എന്താണ് സംഭവിച്ചത്? ആ പണ്ഡിതന് ഖിദ്മത്ത് ചെയ്യാൻ വേണ്ടി വന്നിരുന്ന ഒരു പെൺകുട്ടിയെ പിശാച് പറയുകയാണ്, തെറ്റിലേക്ക് പ്രേരിപ്പിച്ചു. ആ പെൺകുട്ടിയുമായ തെറ്റ് സംഭവിച്ചു. പിന്നെ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു, അവൾ ഗർഭിണിയായിട്ടുണ്ട്, സഹോദരന്മാർ അറിഞ്ഞാൽ അത് നിനക്ക് അപകടമാണ്, അതുകൊണ്ട് എന്ത് വേണം? അവളെ കൊന്നുകളയാൻ പറഞ്ഞു. അങ്ങനെ കൊന്നുകളഞ്ഞു. പിന്നെ ഈ പെൺകുട്ടിയെ അന്വേഷിച്ച് സഹോദരന്മാർ തീർച്ചയായും വരുമല്ലോ. ഇബ്ലീസ് പിന്നീട് അദ്ദേഹത്തോട് പറഞ്ഞത്, നീ എനിക്ക് സുജൂദ് ചെയ്താൽ ഈ പ്രശ്നത്തിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷപ്പെടുത്താം. അവസാനം അയാൾ ഇബ്ലീസിന് സുജൂദും ചെയ്തു. നോക്കൂ നിങ്ങൾ, ഷഹവാത്ത് അഥവാ ഒരു വികാരത്തെ തെറ്റായ നിലക്ക് ഉപയോഗപ്പെടുത്തി പിന്നീട് അത് കൊലപാതകത്തിലേക്ക് വന്നു, പിന്നീട് അത് അയാളെ ശിർക്കിലേക്കും എത്തിച്ചു. അതുകൊണ്ടാണ് ഷഹവാത്തുകളെ സൂക്ഷിക്കണമെന്ന് പറയാനുള്ള കാരണം. നിങ്ങൾ തഖ്വയുള്ളവരാകണമെന്ന് പറയാനുള്ള കാരണം, അത് ഈമാനിൽ നിന്ന് മെല്ലെ നിങ്ങളെ തെറ്റിച്ച് കളയുന്നതാകുന്നു. അതോടൊപ്പം തന്നെ മനസ്സിലാക്കുക, തഖ്വ എന്നുള്ളത് ഈമാൻ അത് ഹൃദയത്തിൻ്റെ അലങ്കാരമാണെങ്കിൽ, തഖ്വ എന്നുള്ളത് ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെയും ആ വ്യക്തി നിലകൊള്ളുന്ന വീടിൻ്റെയും ആ വ്യക്തി നിലകൊള്ളുന്ന സമൂഹത്തിൻ്റെയും അലങ്കാരമായി നിലകൊള്ളുന്നു. അങ്ങനെ ഈമാനും തഖ്വയും ലാഹിറിലും ബാത്തിനിലും അലങ്കാരമായി തീരുന്നു. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഇമാം ബൈഹഖി അദ്ദേഹത്തിൻ്റെ ശുഅബുൽ ഈമാനിലും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിലും മറ്റു മുഹദ്ദിസുകളുമെല്ലാം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ലാ തഹാസദു വലാ തബാഗദു വലാ തനാജശു വലാ തദാബറു വലാ യബിഅ ബഅദുകും അലാ ബൈഇ ബഅദിൻ വകൂനു ഇബാദല്ലാഹി ഇഖ്വാന അൽ മുസ്ലിമു അഖുൽ മുസ്ലിം ലാ യദ്ലിമു വലാ യഖ്ദുലു വലാ യഹ്ഖിറു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ പരസ്പരം അസൂയ വെക്കരുത്, പരസ്പരം ദേഷ്യം പിടിക്കരുത്, പരസ്പരം മുഖം തിരിച്ച് നടക്കരുത്, ഒരാളുടെ കച്ചവടത്തിൻ്റെ മേൽ കയറി മറ്റൊരാൾ കച്ചവടം ചെയ്യരുത്, വില കൂട്ടി പറയരുത്.
എന്നൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, നിങ്ങൾ ഒരിക്കലും ഒരു മുസ്ലിമായ സഹോദരനെ കൊച്ചാക്കി കാണിക്കരുത്, അവനെ മറ്റുള്ളവർക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത്, അവനെ കൈയൊഴിയരുത്. ഇതൊക്കെ പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞു, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന, അത്തഖ്വാ ഹാഹുന എന്ന് ഹൃദയത്തിലേക്ക് ചൂണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ, ഇവിടെയാണ് തഖ്വ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു. എന്ന് പറഞ്ഞാൽ തഖ്വയുള്ള ആളുകൾ മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദരങ്ങളായി കാണും, അവരെ സംരക്ഷിക്കും, അവർക്കിടയിലുള്ള ഐക്യമുണ്ടാകും. അങ്ങനെ ആ സൊസൈറ്റിയുടെ ഒരു ഭംഗി ഇങ്ങനെ കാണാം. ഹൃദയത്തിൽ തഖ്വയുള്ളതനുസരിച്ച് മുസ്ലിം സൊസൈറ്റിയുടെ കെട്ടുറപ്പും ഭദ്രതയും അതിൻ്റെ ഒരു ഭംഗിയും കാണാൻ കഴിയും. എന്നാൽ എവിടെയെല്ലാം തഖ്വ കുറയുന്നുവോ അവരാണ് എന്നും പ്രശ്നത്തിൻ്റെ ആളുകൾ. അള്ളാഹുവിനെ സൂക്ഷിക്കാതെ അള്ളാഹുവിനെ ഭയപ്പെടാത്ത ആളുകൾ എന്നും ഭിന്നിപ്പിൻ്റെ ആളുകളായിരിക്കും. രണ്ടാളുകളെ, പ്രസ്ഥാനങ്ങളെ, വിഭാഗങ്ങളെ തമ്മിൽ തെറ്റിച്ച് അവർക്കിടയിൽ പ്രശ്നങ്ങളുണ്ടാക്കി, ഗീബത്ത് പറഞ്ഞ്, നമീമത്ത് പറഞ്ഞ്, ഇല്ലാത്തത് കെട്ടിച്ചമച്ചുണ്ടാക്കി ജനങ്ങളെ എന്നും ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നത് ഹൃദയത്തിൽ തഖ്വയുടെ കുറവ് കൊണ്ടാണ്. അതവരുടെ ഈമാനിനെയും ശക്തമായി ബാധിക്കുന്നത് കൊണ്ടാണ്. അത്തരത്തിലുള്ള വ്യതിയാനക്കാർക്കൊക്കെ തൗഹീദിലും വ്യതിയാനം സംഭവിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈമാൻ എന്നുള്ളത് ഹൃദയത്തിൻ്റെ അലങ്കാരമാണെങ്കിൽ ആ അലങ്കാരത്തെ ശരീരത്തിൽ പ്രകടിപ്പിക്കുന്ന ഘടകമാണ് തഖ്വ എന്ന് നമ്മൾ മനസ്സിലാക്കുക. ഹൃദയത്തിൽ ഈമാൻ കുറയുമ്പോൾ പുറത്തും തഖ്വയിൽ കുറവ് സംഭവിക്കുന്നു. എപ്പോഴെല്ലാം ഹൃദയത്തിൽ ഈമാൻ വർധന ഉണ്ടാകുന്നുണ്ടോ അത് തഖ്വയിലും കാണാൻ സാധിക്കും, നേരെ തിരിച്ചും കാണാൻ സാധിക്കും. എന്ന് മാത്രമല്ല പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ രണ്ട് ഘടകങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ മാത്രമാണ് ഇഹത്തിലും പരത്തിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓഫർ ചെയ്ത നന്മകൾ നമുക്ക് ലഭിക്കുന്നത്. ശരിക്കും ശ്രദ്ധിക്കുക. പരിശുദ്ധ ഖുർആനിലെ ചില ആയത്തുകൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അവിടെ ഉലമാക്കൾ പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഷർത്താണ് പറയുന്നത്. ഈ ഷർത്ത് ഉണ്ടെങ്കിലേ അതിൻ്റെ റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എന്താണ് നിബന്ധനയായി അള്ളാഹു പറയുന്നത് എന്ന് പരിശോധിക്കുക. ഒന്ന് സൂറത്തു അൽ ബഖറയിലെ 103-ാമത്തെ ആയത്ത് ഞാൻ നേരത്തെ ശ്രദ്ധയിൽപ്പെടുത്തി. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വലൗ അന്നഹും ആമനു വത്തഖൗ ലമസൂബത്തും മിൻ ഇൻദില്ലാഹി ഖൈറുൻ ലൗ കാനൂ യഅലമുൻ. അവർ സത്യവിശ്വാസം സ്വീകരിക്കുകയും തഖ്വ കൈമുതലായി സ്വീകരിക്കുകയും ചെയ്താൽ അവർക്ക് അവരുടെ പ്രതിഫലം റഹ്മാനായ റബ്ബിൻ്റെ അടുക്കലുണ്ട്. അതാണ് അവർക്ക് ഏറ്റവും ഖൈർ. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള പ്രതിഫലം ലഭിക്കണമെങ്കിൽ ഈമാനിൽ മാത്രം അള്ളാഹു ഒതുക്കിയില്ല, വത്തഖൗ, തഖ്വയും വേണം. ഇനി അടുത്ത ആയത്ത് നോക്കൂ, സൂറത്തുൽ മാഇദ 65, വലൗ അന്ന അഹ്ലൽ കിതാബി ആമനു വത്തഖൗ. വേദക്കാർ വിശ്വസിക്കുകയും വേണം, അവിടെ നിർത്താൻ പാടില്ല. പിന്നെ വത്തഖൗ, തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ ലകഫർന അൻഹും സയ്യിആതിഹിം, അവരുടെ പാപങ്ങൾ നാം അവർക്ക് പുറത്തു കൊടുക്കും. വല അദ്ഖൽനാഹും ജന്നാത്തിൻ നഈം, സുഖാനുഗ്രഹത്തിൻ്റെ സ്വർഗ്ഗത്തോപ്പുകളിൽ അവരെ നാം പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. സൂറത്ത് മുഹമ്മദ് 36-ാമത്തെ ആയത്ത്, വഇൻ തുഅ്മിനു വതത്തഖൂ യുഅ്തികും ഉജൂറകും. നിങ്ങൾ ഈമാൻ സ്വീകരിക്കുകയും തഖ്വയോടുകൂടി ജീവിക്കുകയും ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് പ്രതിഫലം തരും. അപ്പോൾ അവിടെ ഈമാൻ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തിയില്ല. മാത്രമല്ല ഉലമാക്കൾ പറയുന്നത് അവിടെ സുമ്മത്തഖൗ എന്നല്ല പറഞ്ഞത്, അത്ഫിൻ്റെ വാവാണ് ഉപയോഗിച്ചത്. എന്ന് പറഞ്ഞാൽ ഇത് രണ്ടും കൂടി വേണം, ഇത് രണ്ടും കൂടി വേണം. അല്ലെങ്കിൽ എന്താണ്, നമുക്കറിയാം നരകത്തിന് 7 തട്ടുകളാണുള്ളത്, 7 വാതിലുകളുണ്ട്, ഓരോ തട്ടിനും ഓരോ വാതിലാണ്. അതിൽ മുസ്ലിമീങ്ങൾക്ക് മാത്രം പോവാൻ ഒരു ഏരിയ ഉണ്ട്. എവിടെ? നരകത്തിൽ. നാം എന്താണ് മനസ്സിലാക്കിയത്? നരകം അത് അവിശ്വാസികൾക്ക് മാത്രമുള്ളതാണ്. അല്ല, മുവഹിദുകൾക്കും നരകത്തിൽ പോകേണ്ടി വരും. അവർ ചെയ്ത തിന്മകളെല്ലാം അനുഭവിച്ചതിന് ശേഷം മാത്രമേ അവർക്ക് സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് തന്നെ റഹ്മാനായ റബ്ബിൻ്റെ പ്രതിഫലം ലഭിക്കാൻ ഈമാനിൻ്റെ കൂടെ തഖ്വയും വേണം. ആ തഖ്വയിൽ കുറവ് വരുന്നവർക്കാണ് നരകത്തിൽ പോകേണ്ടി വരുന്നത്. അള്ളാഹു എന്നെയും നിങ്ങളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് അപ്രകാരം പ്രവേശിപ്പിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈമാനിൻ്റെ കൂടെ തഖ്വ അനിവാര്യമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അതേപോലെ തന്നെ സൂറത്തുൽ അറാഫിലെ 96 നോക്കൂ നിങ്ങൾ, വലൗ അന്ന അഹ്ലൽ ഖുറാ ആമനു വത്തഖൗ. പട്ടണ നിവാസികൾ വിശ്വസിക്കുകയും തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുകയും ചെയ്താൽ ലഫതഹ്ന അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്. ആകാശങ്ങളുടെയും ഭൂമിയുടെയും അനുഗ്രഹങ്ങളുടെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കുമായിരുന്നു. എന്നാൽ തോന്നിവാസം ചെയ്ത് ജീവിച്ചിട്ട് അള്ളാഹു ബറക്കത്ത് തരുമെന്ന് വിചാരിക്കരുത്. ഞാൻ അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിക്കുന്നില്ല, ഖബറിൻ്റെ അടുത്ത് പോകുന്നില്ല, നേർച്ച ചെയ്യുന്നില്ല. അതുകൊണ്ട് എന്തുകൊണ്ടാണ് അള്ളാഹു എന്നെ സഹായിക്കാത്തത്, അള്ളാഹു എന്തുകൊണ്ടാണ് എനിക്ക് അനുഗ്രഹം നൽകാത്തത് എന്ന് ചിലരെങ്കിലും സംശയിച്ചേക്കാം. എന്നാൽ രണ്ടാമത്തെ ഷർത്ത് അതും കൂടി പറഞ്ഞിട്ടുണ്ട്, ആമനൂ വത്തഖൗ.
ഈമാനിൻ്റെ കൂടെ തഖ്വയോടുകൂടി ജീവിച്ചാൽ ലഫതഹ്നാ അലൈഹിം ബറകാതിൻ മിനസ് സമാഇ വൽ അർദ്, ആകാശഭൂമികളുടെ ബറക്കത്തിൻ്റെ കവാടങ്ങൾ നാം അവർക്ക് തുറന്നു കൊടുക്കും. വലാകിൻ കദ്ദബു, എന്നാൽ അവർ കളവാക്കി, അപ്പോൾ അവർ പ്രവർത്തിച്ചതിൻ്റെ പേരിൽ നാം അവരെ പിടികൂടി. സൂറത്തു തലാഖിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവർത്തിച്ച് പറയുന്നില്ലേ, വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മഖ്റജ വമൻ യത്തഖില്ലാഹ യജ്അൽ ലഹു മിൻ അംരിഹി യുസ്റാ വമൻ യത്തഖില്ലാഹ യുകഫിറു അൻഹു സയ്യിആതിഹി വയുഅലിം ലഹു അജ്റാ. ഇഹത്തിലും പരത്തിലും നന്മ വേണോ? തഖ്വയാണ് പറഞ്ഞത്. എല്ലാ പ്രശ്നങ്ങൾക്കും മഖ്റജ്, എല്ലാ കാര്യങ്ങളിലും എളുപ്പം, പാപങ്ങൾ പൊറുക്കപ്പെടുന്നതും വമ്പിച്ച പ്രതിഫലവും. ആർക്ക്? യത്തഖില്ല, ആരാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കുന്നത് അവർക്കാണത്. അതുകൊണ്ടാണ് ഔലിയാക്കളുടെ സിഫത്ത് പറഞ്ഞപ്പോൾ, ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ, യഥാർത്ഥ വിശ്വാസികളുടെ മറ്റൊരു പേരാണ് ഔലിയാക്കൾ. വിശ്വാസികൾക്ക് വ്യത്യസ്ത പേരുകളുണ്ട്. ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞിടത്ത് സൂറത്ത് യൂനുസിലെ 62-ലും 63-ലും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് എന്താണ്? അല ഇന്ന ഔലിയ അല്ലാഹ്, അറിയുക അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ ലാ ഖൗഫുൻ അലൈഹിം, അവർ ഒന്നിനെയും ഭയപ്പെടേണ്ടതില്ല, വലാ ഹും യഹ്സനൂൻ, അവർക്ക് സങ്കടത്തിൻ്റെ ആവശ്യവുമില്ല. സങ്കടം വേണ്ട, ദുഃഖം വേണ്ട, ഭയപ്പാട് വേണ്ട. പക്ഷെ അവിടെ ഒരു ഷർത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആരാണ് ഔലിയാക്കൾ? അവരുടെ വസ്ഫ് പറഞ്ഞിട്ടുണ്ട്. എന്താണ് വസ്ഫ്? അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ മുഅ്മിനുകൾ മാത്രമല്ല മുത്തഖീങ്ങളുമാണ്. ശ്രദ്ധിക്കുക, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ അല്ലദീന ആമനു, അവർ ഈമാൻ ശരിപ്പെടുത്തിയവരാണ്. വകാനു യത്തഖൂൻ, ഈമാനിൽ തകരാറ് വരുന്നതിനെ സംബന്ധിച്ച് സൂക്ഷ്മതയുള്ള ആളുകളുമാകുന്നു. അവർക്കാണ് ദുഃഖിക്കേണ്ടതില്ലാത്തത്, അവർക്കാണ് ഭയപ്പെടേണ്ടതില്ലാത്തത്. ഇല്ല എങ്കിൽ ഭയപ്പെടണം. എത്രയെത്ര ഹദീസുകൾ, സമയപരിമിതി കൊണ്ട് ഞാൻ അത് ഉദ്ധരിക്കുന്നില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, എൻ്റെ ഉമ്മത്തിൽ നിന്ന് ചിലരെ കൊണ്ടുവരും ഖിയാമത്ത് നാളിൽ. വലിയ നമസ്കാരക്കാരാണ്, നോമ്പുകാരാണ്, ഹജ്ജ് ചെയ്തവരാണ്, ധാരാളം ദാനധർമ്മങ്ങൾ ചെയ്തവരാണ്. ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണോ? 5 നേരം കൃത്യമായി നമസ്കരിക്കുക എന്നത് ചെറിയ കാര്യമാണോ? ധനത്തിൽ നിന്ന് മറ്റുള്ള പാവങ്ങൾക്ക് സഹായിക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? റമളാനിൽ നോമ്പ് നോൽക്കുക എന്നുള്ളത് ചെറിയ കാര്യമാണോ? പക്ഷെ ഇതൊക്കെ ചെയ്ത ആളെ കൊണ്ടുവരും. എന്നിട്ടോ അവസാനം സംഭവിക്കുന്നത് ആ വ്യക്തിയെ നരകത്തിലേക്ക് വലിച്ചെറിയുന്നതാണ്. നമസ്കരിച്ചത് കൊണ്ടാണോ? സക്കാത്ത് കൊടുത്തത് കൊണ്ടാണോ? അല്ല. പിന്നെ എന്താണ് പ്രശ്നം? ഇതെല്ലാം ഉണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ചിലരെ ചീത്ത വിളിച്ചിട്ടുണ്ട്. ഖദിശത മഹാദ, ചിലരെ ചീത്ത വിളിച്ചു, ചിലരെ ഉപദ്രവിച്ചു, ചിലരുടെ ധനം അന്യായമായ, അതൊരു ദീനാറല്ല, ഒരു ദിർഹമല്ല, അതൊന്നും ഒരു വലിയ വിഷയമല്ല എന്ന് കരുതി ഈ വ്യക്തി ഉപദ്രവിച്ച ആളുകളുടെ തിന്മകളൊക്കെ ഇദ്ദേഹത്തിന് കൊടുക്കും, ഇദ്ദേഹത്തിൻ്റെ നന്മകളൊക്കെ അങ്ങോട്ടും കൊടുക്കും. അവസാനം തുരിഹ ഫിന്നാർ, നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടും. മുവഹിദാണ്, നിസ്കരിച്ചിട്ടുണ്ട്, പക്ഷേ ആ വ്യക്തിക്കൊരു സീറ്റ് നരകത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹു ഉദ്ദേശിച്ച ഒരു കാലം വരെ നിശ്ചയിച്ചിട്ടുണ്ട്. നരകത്തിൽ നിന്ന് ആളുകളെ മോചിപ്പിക്കാൻ വേണ്ടി മലക്കുകളോട് പറയുമ്പോൾ മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം എന്താണ്? എന്താണ് അടയാളം? എന്താണ് അള്ളാഹുവിൻ്റെ മറുപടി? നമസ്കാരം സുജൂദ് ചെയ്തതിൻ്റെ തയമ്പുണ്ടാകും, സുജൂദിൻ്റെ അടയാളം ഉണ്ടാകുന്നതാണ്. നരകത്തിൽ നിന്ന് മോചിപ്പിക്കേണ്ട ആളുകൾക്ക് സുജൂദിൻ്റെ അടയാളമുണ്ടാകും. അങ്ങനെ നമസ്കരിച്ചവരാണ്, പക്ഷേ നരകത്തിലാണ്. എന്താ കാരണം? അല്ലദീന ആമനു വകാനു യത്തഖൂൻ എന്ന് പറഞ്ഞ ആ യത്തഖൂൻ എന്ന ആ തഖ്വ ഉണ്ടായില്ല. സത്യത്തിൽ തഖ്വ എന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നമ്മുടെ ഈമാനിനെ, തൗഹീദിനെ സംരക്ഷിക്കലാണത്. ഹൃദയത്തിലും വാക്കിലും പ്രവർത്തനങ്ങളിലും ഈമാനിന് വിരുദ്ധമായ, തൗഹീദിന് വിരുദ്ധമായ ഒന്നുമില്ലാതിരിക്കുക. അതിൽപ്പെട്ടതാണെന്ത്? യസീദു ബിത്ത്വാഅ വയൻഖുസു ബിൽ മഅസിയ എന്ന് പറഞ്ഞില്ലേ? അള്ളാഹുവിനെ അനുസരിക്കുന്നതിലൂടെ തൗഹീദിലാണ് വർധനവുണ്ടാകുന്നത്. പക്ഷെ അത് തൗഹീദിൻ്റെ ഭാഗമായി പഠിച്ചിട്ടില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. അനുസരണക്കേട് കാണിക്കുമ്പോഴൊക്കെ തൻ്റെ തൗഹീദിലാണ് കുറവ് വരുന്നത് എന്നാ വ്യക്തി ചിന്തിച്ചില്ല. അവസാനം തൻ്റെ പാപങ്ങൾ കാരണത്താൽ ആ വ്യക്തിക്ക് നരകത്തിൽ പോകേണ്ടുന്ന അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് പേടിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ ഔലിയാക്കൾക്ക് ദുഃഖിക്കേണ്ടതില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഈ 2 കാര്യങ്ങളും വേണം, ഈമാനും വേണം, തഖ്വയും വേണം. ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞാൽ ഭയപ്പെടണം, ഏതെങ്കിലും ഒന്നിൽ കുറഞ്ഞാൽ സങ്കടപ്പെടേണ്ടി വരും. അങ്ങനെ കുറയാതെ ഇതിനെ 2നെയും മുന്നോട്ട് കൊണ്ടുപോകണം. അതിനെന്തുകൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇൽമു വേണം, അറിവ് വേണം. ആ ഭാഗം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അള്ളാഹുവിനെ ഭയപ്പെടണമെങ്കിൽ
ഇൽമ് ഉണ്ടായിരിക്കണം. സൂറത്തു അൽ ബഖറയിലെ 282 ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വത്തഖുല്ലാഹ വയുഅല്ലിമുകുമുല്ലാഹ് വല്ലാഹു ബികുല്ലി ഷൈഇൻ അലീം. നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്, അള്ളാഹു എല്ലാം അറിയുന്നവനാണ്. ഇതേത് കാര്യം പറഞ്ഞതിന് ശേഷം പറയാണ് ആയത്തുദ്ദൈൻ എന്നറിയപ്പെടുന്ന സൂറത്തുൽ ബഖറയിലെ ഏറ്റവും വലിയ ആയത്ത്. ഒരാൾ കടം വാങ്ങിയാൽ എന്തൊക്കെ മര്യാദകൾ പാലിക്കണമെന്ന് പഠിപ്പിക്കുന്ന ആയത്താണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വത്തഖുല്ലാഹ്, അള്ളാഹുവിനെ സൂക്ഷിക്കണം, തഖ്വയുള്ളവരാകണം, വയുഅല്ലിമുകുമുല്ലാഹ്, അള്ളാഹു നിങ്ങളെ പഠിപ്പിക്കുകയാണ്. അത് ചേർത്ത് പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞു, എവിടെയാണോ ഇൽമ് നഷ്ടപ്പെടുന്നത് അവിടെ തഖ്വ കുറയും. ഇന്നമാ യഖ്ഷല്ലാഹു മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അള്ളാഹു പറഞ്ഞത് അതാണ്. അള്ളാഹുവിനെ ഭയപ്പെടുന്നത് ഇൽമുള്ള ആളുകളാണ്. ഇൽമില്ലാത്തവൻ അള്ളാഹുവിനെ സൂക്ഷിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അള്ളാഹുവിനെ സൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ് അള്ളാഹു പഠിപ്പിച്ചതൊക്കെ പഠിക്കാൻ ശ്രമിക്കണം. ഇല്ലെങ്കിൽ നാം നിസ്സാരമായി കരുതുന്ന കാര്യം അള്ളാഹുവിൻ്റെ അടുത്ത് ഗൗരവമുള്ളതായിരിക്കും. വതഹ്സബൂനഹു ഹയ്യിന, നിങ്ങൾ നിസ്സാരമായി കരുതുന്നു, വഹുവ ഇൻദല്ലാഹി അളീം, അള്ളാഹുവിൻ്റെ അടുക്കൽ അത് വലിയ കാര്യമായിരിക്കും. എന്നാൽ അതേ സന്ദർഭത്തിൽ നമ്മുടെ കാഴ്ചയിൽ വലുതായി തോന്നുന്നത് റഹ്മാനായ റബ്ബ് നിസ്സാരമായി കരുതിയേക്കാം. അപ്പോൾ ഇത് മനസ്സിലാക്കണമെങ്കിൽ ഇൽമുണ്ടാകണം. എന്താണ് അതിനുള്ള ഒരു തെളിവ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയുകയാണ്, ബനു ഇസ്രായേലിൽ 2 ആളുകൾ ഉണ്ടായിരുന്നു. ഒരാൾ ആബിദായ വ്യക്തി, മുജ്തഹിദുൻ ഫിൽ ഇബാദ എന്നാണ് ഹദീസിൽ വന്നത്. നിരന്തരം ഇബാദത്തിൽ മുഴുകിയ ഒരു മുവഹിദായ മനുഷ്യൻ. രണ്ടാമത്തെ ആളോ നിരന്തരം തെറ്റുകൾ ചെയ്യുന്ന ഒരാളും, നിരന്തരം തെറ്റ് ചെയ്യുന്ന ഒരാൾ. അപ്പോൾ ഇദ്ദേഹം ഈ മനുഷ്യനോട് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും, നന്നാവണം നന്നാവണം നന്നാവണം, അങ്ങനെ ആയാൽ പോരാ. ഒരു ദിവസം ആ വ്യക്തി ചോദിച്ചു, നീ എന്തിനാണ് 24 മണിക്കൂർ എൻ്റെ പിന്നാലെ നടക്കുന്നത്? എൻ്റെ കാര്യം നോക്കാൻ അള്ളാഹു പ്രത്യേകം നിന്നെ ഏർപ്പാടാക്കിയിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ആ ചോദ്യം ഇദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ടില്ല. ഉടനെ തന്നെ പറഞ്ഞു, എന്ത്? ലാ യഗ്ഫിറുല്ലാഹു ലക്, അള്ളാഹു നിനക്ക് പുറത്തു തരികയില്ല, അല്ലെങ്കിൽ അള്ളാഹു നിന്നെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുകയില്ല എന്നൊരു വാക്ക് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഖിയാമത്ത് നാളിൽ 2 ആളെയും കൊണ്ടുവരും. എന്നിട്ട് ആ വ്യക്തിയോട് ചോദിക്കും, നീ ഇങ്ങനെ പറഞ്ഞു ആ വ്യക്തിയോട് അള്ളാഹു പുറത്തു തരൂലെന്ന്? ഞാൻ പുറത്തു കൊടുക്കൂല എന്ന് നിന്നോട് ആര് പറഞ്ഞു? ഞാൻ ആ വ്യക്തിയെ ഒരിക്കലും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല എന്ന് നിന്നോട് ആര് പറഞ്ഞു? അതുകൊണ്ട് നീ നരകത്തിൽ, ആ വാക്ക് കാരണത്താൽ നീ നരകത്തിൽ പ്രവേശിക്കുക. എൻ്റെ റഹ്മത്ത് കൊണ്ട് ആ തെറ്റ് ചെയ്ത വ്യക്തിയോട് പറയും, താങ്കൾ സ്വർഗത്തിലും പ്രവേശിക്കുക. നോക്കൂ നിങ്ങൾ, ആ വ്യക്തി ജീവിതത്തിലുടനീളം ചെയ്ത തെറ്റുകളേക്കാൾ ഗൗരവമായിരുന്നു സെക്കൻഡുകൾ മാത്രം എടുത്തുകൊണ്ട് ആ വ്യക്തി സംസാരിച്ച സംസാരം. അള്ളാഹു നിനക്കൊരിക്കലും പുറത്തു തരികയില്ല എന്ന് പറയാൻ 5 സെക്കൻഡ് പോലും വേണ്ട. മുജ്തഹിദുൻ ഫിൽ ഇബാദ, ഇബാദത്തിൽ സ്ഥിരപ്രതിഷ്ഠ നേടിയ ആ വ്യക്തി ആ ഒരൊറ്റ 5 സെക്കൻഡ് കൊണ്ടാണ് നരകത്തിലേക്ക് പോകുന്നത്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇമാം ബുഖാരി അദ്ദേഹത്തിൻ്റെ സ്വഹീഹിൽ ഉദ്ധരിക്കുന്നുണ്ട്, ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ റിദ്വാനില്ലാഹ്, അള്ളാഹുവിൻ്റെ റിദ്വാനിൽപ്പെട്ട ഒരു വാക്കൊരാൾ പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അതിന് അത്ര വലിയ ഗൗരവമൊന്നും കണ്ടിട്ടുണ്ടാവില്ല. പക്ഷേ യർഫഉല്ലാഹു ബിഹാ ദറജാത്തിൻ, അള്ളാഹു സ്വർഗത്തിൽ ഒരുപാട് ദറജകൾ ആ വ്യക്തിക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. എന്നാൽ വ ഇന്നൽ അബ്ദ ലയതകല്ലമു ബിൽ കലിമതി മിൻ സഖത്തില്ലാഹ്, അള്ളാഹുവിന് ദേഷ്യമുള്ള ഒരു വാക്കൊരടിമ പറയും, ലാ യുൽഖി ലഹാ ബാലൻ, അയാൾ അതിന് അത്ര ഗൗരവത്ത് കണ്ടിട്ടില്ല, നിസ്സാരമാണെന്നാണ് കരുതിയത്. പക്ഷേ യഹ്വി ബിഹാ ഫീ ജഹന്നം, ആ ഒരൊറ്റ വാക്കുകൊണ്ട് അയാൾ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടും. ഒരു റിവായത്തിലുള്ളത് 70 ഖരീഫ, 70 വർഷത്തെ വഴിദൂരം നരകത്തിൻ്റെ അടിത്തട്ടിലേക്ക് താഴ്ന്നു പോകുമാറ് ചില വാക്കുകൾ ആളുകൾ ഉപയോഗിക്കും. അവരതിന് ഗൗരവം കാണുന്നുണ്ടാവില്ല. അപ്പോൾ ജീവിതത്തിൽ ചെയ്ത ഇബാദത്തുകളെല്ലാം നിഷ്ഫലമായി പോകുന്നു എന്ന് പറഞ്ഞാൽ അതിന് പിന്നീട് ആ വ്യക്തി സ്വർഗത്തിൽ പോകില്ല എന്നല്ല, പക്ഷേ പറഞ്ഞ വാക്ക് കാരണത്താൽ നരകത്തിൽ പോകേണ്ടി വരുന്ന അവസ്ഥ എത്രമാത്രം ഗുരുതരമാണ് എന്ന് ചിന്തിക്കുക. എന്ന് പറഞ്ഞാൽ തഖ്വ എന്നത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ സാധാരണ നിലക്ക് മനസ്സിലാക്കുന്നത് പോലെ ഹറാമൊക്കെ ചെയ്യാതെ ജീവിക്കുക എന്ന ഒരു പരിധിയിൽ നിന്നുകൊണ്ട് തഖ്വയെ മനസ്സിലാക്കരുത്. അള്ളാഹു ഈമാനിനെയും തഖ്വയെയും ചേർത്ത് പറഞ്ഞത് ഇതിലേറ്റവും പ്രധാനം ഈമാനിനെ പ്രൊട്ടക്റ്റ് ചെയ്യലാണ്. അതിന് വിരുദ്ധമായത് മനസ്സിലോ നാവിലോ പ്രവർത്തനങ്ങളിലോ വരാതെ സംരക്ഷിക്കുക. ബിദ്അത്തുകൾ അല്പം പോലും ജീവിതത്തിൽ കടന്നു വരാതെ സൂക്ഷിക്കുക. പിന്നീട് അള്ളാഹുവിനോട് ഒരു നിലക്കും അനുസരണക്കേട് കാണിക്കാതെ ജീവിക്കുക. അപ്പോഴാണ് ഈമാനിനെ നമുക്ക് നിലനിർത്താൻ സാധിക്കുന്നത്. അതിൻ്റെ ശരിയായ ഫലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഈ ലോകത്തും പരലോകത്തും എന്ന് മനസ്സിലാക്കുക. വിശാലമായൊരു വിഷയമാണ്. പരിമിതമായ സമയമായതുകൊണ്ട് ചുരുക്കി മാത്രം ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ കൃത്യമായി
മനസ്സിലാക്കുവാനും ഉൾക്കൊള്ളുവാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ ഖൈരി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.